നിങ്ങളിൽ എത്ര പേരുണ്ട് ന്യൂ ഇയർ ആവട്ടെ എനിക്ക് അത് സ്റ്റാർട്ട് ചെയ്യണം ഇത് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നവര്? ന്യൂ ഇയർ ആവാൻ ഇനി ഒരു മാസം കൂടിയല്ലേ ഉള്ളൂ. ആ ഒരു മാസം അടിപൊളിയായിട്ട് ഫണ്ണായിട്ട് ചിലവഴിച്ചിട്ട് ന്യൂ ഇയർ മുതൽ പക്ക വർക്ക് മൂഡ് അല്ലെങ്കിൽ പക്ക സ്റ്റഡി മൂഡ് പക്ക പ്രൊഡക്റ്റീവായിരിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നവര്. ഞാൻ എന്നാ ഒരു കാര്യം പറയട്ടെ, ന്യൂ ഇയർ നമുക്ക് ഒരിക്കലും ഒരു സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ എടുക്കരുത്. ന്യൂ ഇയർ നല്ല കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു ഇയർ ആക്കി മാറ്റണം. അതിന് നമുക്ക് ന്യൂ ഇയർ നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ ഇപ്പോഴത്തെ സ്റ്റാർട്ട് ചെയ്ത കുറച്ച് ശീലങ്ങൾ നമുക്കത് കൺസിസ്റ്റൻ്റായി ചെയ്യുക അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ശീലമാവുന്ന പോലെ തോന്നും. അപ്പോഴേക്കും ന്യൂ ഇയർ വരും. ന്യൂ ഇയറിൽ നമുക്ക് പറക്കാം, നമുക്ക് എല്ലാ കാര്യങ്ങളും എന്താ പറയുക കുറച്ച് സ്മൂത്തായിട്ട് ചെയ്യുന്ന പോലെ തോന്നാം. പെട്ടെന്ന് ന്യൂ ഇയർ ആയി ചറപറ ഹറിബറിന്ന് ചെയ്യുന്ന കാട്ടിലും നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്ത് ന്യൂ ഇയറിൽ നല്ല മെല്ലെ രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് അതങ്ങ് നമുക്ക് ശീലമാക്കാം അല്ലേ? സോ ഞാൻ പറയാൻ വന്നത്, ന്യൂ ഇയർ ഇസ് നോട്ട് എ സ്റ്റാർട്ടിങ് പോയിന്റ്. ന്യൂ ഇയർ നമുക്ക് നല്ല കാര്യത്തിന് വേണ്ടി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു ഇയർ ആയിരിക്കണം. ഓക്കെ, അങ്ങനെ ന്യൂ ഇയർ നല്ലൊരു ഇയർ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കാം ഞാൻ അതിൽ ഭയങ്കര എക്സ്പേർട്ടായി ഞാനിപ്പോൾ എല്ലാം സ്മൂത്തായിട്ട് ചെയ്യുന്നു അങ്ങനെയൊക്കെ നിങ്ങൾ വിചാരിക്കാം. പക്ഷേ ഹോണസ്റ്റ്ലി ഞാനും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഞാനും ഇന്ന് മുതൽ അതങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. കുറച്ച് ചെറിയ ചെറിയ ഹാബിറ്റ്സ് എനിക്ക് മാറ്റണമെന്ന് തോന്നിയിട്ടുള്ള ഹാബിറ്റ്സ്, ഞാൻ പേഴ്സണലി എൻ്റെ ഫീൽ ചെയ്ത ഹാബിറ്റ്സാണ് ഞാൻ അങ്ങോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് അത് ട്രാവൽ ചെയ്യാം. അതായത് ഓരോ ദിവസവും നമുക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാം. ഇതിൽ നിങ്ങൾ ഓൾറെഡി എക്സ്പേർട്ട് ആണ് എന്നുണ്ടെങ്കിൽ ആസ് യു വിഷ്, നിങ്ങൾക്ക് ജസ്റ്റ് സ്ക്രോൾ ചെയ്തിട്ട് മാറ്റി വിട്ടിട്ട് പോകാം. അന്നവയ്ക്ക് ഞാൻ പറയുന്നത് ബിഗിനേഴ്സായിട്ടാണ്. കാരണം ഞാൻ ബിഗിനറാണ്, ഞാൻ കംപ്ലീറ്റ് ബിഗിനറാണ്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതുള്ളൂ. സോ അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. സോ ദ ഫസ്റ്റ് പോയിന്റ് ഇസ് വേക്ക് അപ്പ് 30 minutes ഏർലിയർ ദാൻ ആസ് യൂഷ്വൽ. അതായത് ഇപ്പോൾ നിങ്ങളൊരു 7 മണിക്കോ അല്ലെങ്കിൽ 6:30ക്കോ എണീക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ 7 മണിക്ക് യൂഷ്വലി നിങ്ങളൊരു 7 മണിക്ക് എണീക്കുന്ന ഒരാളാണെങ്കിൽ ജസ്റ്റ് ഒരു 30 minutes ഒന്ന് ബാക്കിക്ക് അടിച്ചിട്ട് ഒരു 6:30ക്ക് അലാം വെച്ചടിച്ചോളൂ. അതാണ് ഇപ്പോൾ നമ്മൾ കുറേ കേട്ടിട്ടുണ്ടാകും നേരത്തെ എണീക്കണമെന്ന്. എത്ര 4 മണിക്കോ 5 മണിക്കോ 5:30ക്കോ നടക്കുമോ? സോ അങ്ങനെ വേണ്ട. അതായത് അറ്റ്ലീസ്റ്റ് 30 minutes. ഇനിയിപ്പോൾ അതും പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് 10 minutes, പിന്നെ 15 minutes, പിന്നെ 20 minutes, പിന്നെ 25 minutes, പിന്നെ 30 minutes. യെസ്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇക്കാര്യത്തിൽ ഞാൻ എക്സ്പേർട്ടാണ്. ഞാൻ നേരത്തെ എണീക്കും. ഇതെനിക്ക് വലിയ പ്രശ്നമല്ല. പക്ഷേ ചില ദിവസങ്ങളിൽ എനിക്ക് പ്രശ്നമാണ്. പിന്നെ ഇതെന്തിനാണ് നമ്മൾ നേരത്തെ എണീക്കുന്നത്? നേരത്തെ എണീച്ചിട്ട് എന്ത് കാര്യം അല്ലേ? സോ അതാണ് ദ സെക്കൻഡ് പോയിന്റ്. ദ സെക്കൻഡ് പോയിന്റ് ഇസ് എക്സസൈസ് ആൻഡ് മെഡിറ്റേഷൻ. സോ നമ്മൾ ഈ നേരത്തെ 10 minutes നേരത്തെ എന്തിനാ എണീക്കുന്നത്? എന്തിനാ? ഫോൺ സ്ക്രോൾ ചെയ്യാനാണോ? ആണോ? അല്ല. നമ്മൾ 10 minutes നേരത്തെ എണീക്കുന്നത് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാനായിട്ടാണ്. നമ്മളെ ബോഡിക്ക് ഒരു സ്ട്രെച്ച് കൊടുക്കുക, നമ്മളെ മൈൻഡിനൊരു മെഡിറ്റേഷൻ പോലെ എന്തെങ്കിലും ചെയ്യുക, ഇതൊക്കെ കൊടുക്കാനായിട്ടാണ്. അല്ലാതെ വെറുതെ അല്ല അറ്റ്ലീസ്റ്റ് 30 minutes എങ്കിലും മുന്നേ എണീക്കണം എന്ന് പറയുന്നത്. എക്സസൈസ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും അതിൻ്റെ വാല്യൂ അറിയാം. കുറേ പേരൊക്കെ ജിമ്മിൽ പോയി ചെയ്യുന്നുണ്ട്, കുറേ പേരൊക്കെ വീട്ടിലിരുന്ന് ചെയ്യുന്നുണ്ട്. ഞാനും അങ്ങനെയാണ് കേട്ടോ. ആ കാര്യത്തിലും ഞാൻ ബിഗിനറല്ല, ഞാൻ എക്സസൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 10 minutes ഒക്കെ നേരത്തെ എണീച്ച് എക്സസൈസ്, പിന്നെ മെഡിറ്റേഷൻ നമുക്ക് അത് വന്നിട്ട് അത്ര ഫോക്കസ് കിട്ടണം എന്നുള്ളത് കൊണ്ടാണല്ലോ അതൊക്കെ ചെയ്യുന്നത്. സോ മൈൻഡിന് റിലാക്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. സോ അതിനു വേണ്ടി നമ്മൾ എണീച്ചേ പറ്റത്തുള്ളൂ. സോ അത് നമ്മളുടെ ലൈഫിന് അത്രയും വലിയൊരു കാര്യമാണ്, വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമ്മളത് ഫോളോ ചെയ്തേ പറ്റത്തുള്ളൂ. സോ അത് ചെയ്യണം. ദ തേർഡ് തിങ് ഈസ് ഈറ്റ് സ്ലോലി. ആക്ച്വലി ഇത് ഞാൻ എന്നോട് തന്നെ പറയേണ്ടതാണ്. നിങ്ങളെ കൂട്ടത്തിൽ അങ്ങനെ ഒരു ചങ്ക് ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യണേ. എത്ര പേരിരുന്ന് ചോറ് കഴിച്ചാലും ആദ്യം കഴിച്ച് തീരുന്ന ചങ്ക് ഉണ്ടാവും. എൻ്റെ കൂട്ടത്തിൽ ഞാനാ. ഞാൻ എങ്ങനെ കഴിച്ചാലും ഞാനേ ഫസ്റ്റ് കഴിച്ചു തരുള്ളൂ.
എനിക്ക് തന്നെ മനസ്സിലാവില്ല ഞാൻ എന്തിനത്ര ഫാസ്റ്റായി കഴിക്കണേന്ന്. ചിലപ്പോൾ ഞാൻ അത് ഓർത്ത് അവെയർ പോലും ആയിരിക്കില്ല. ഞാൻ പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലേറ്റ് കാലിയാവുന്നത് മാത്രമേ കാണത്തുള്ളൂ. സോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ബോഡിക്ക് ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണോ? അല്ല അല്ല. സോ ആ കാര്യത്തിൽ ഞാൻ ബിഗിനറാണ് കേട്ടോ. അത് എനിക്ക് ഭയങ്കര കഷ്ടമുള്ള കാര്യം കൂടിയാണ്. പക്ഷെ അതെനിക്ക് ചെയ്തു തുടങ്ങണം. എനിക്ക് ഈ മെല്ലെ കഴിച്ച് പഠിക്കണം. നല്ല ചവച്ചരച്ചന്നെ കഴിക്കണം. ടേസ്റ്റ് കറിഞ്ഞ് കഴിക്കണം. പക്ഷേ ഞാൻ എല്ലാവരെയും പോലെ ഫോൺ നോക്കി അങ്ങനെയൊന്നും കഴിക്കുകയല്ല. ഞാൻ എപ്പോഴും സ്ക്രീൻ ടൈം ഇല്ലാതെ തന്നെയാണ് കഴിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഞാൻ വേഗം കഴിക്കും. അത് എങ്ങനെ തന്നെ ആയാലും ഒരു ഗ്രൂപ്പായിരുന്നു കഴിക്കുകയാണെങ്കിലോ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുകയാണെങ്കിലോ എങ്ങനെയായാലും ഞാൻ അങ്ങനെയാണ്. സോ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അത് നല്ലതല്ല, നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിനാണല്ലോ ഇനി ദിവസങ്ങളുള്ളത്. ഇനി നാലാമത്തെ കാര്യം എന്താ വെച്ചാൽ അഫ്കോഴ്സ് കൺസിസ്റ്റൻസിയാണ്. നമ്മൾ എന്ത് ചെയ്താലും കൺസിസ്റ്റൻ്റായി ചെയ്യണമല്ലോ. എനിക്കും അതൊരു പ്രശ്നമാണ്. 1-2 ദിവസമൊക്കെ ഞാനും ചെയ്യത്തുള്ളൂ. പിന്നെ എനിക്കതങ്ങ് ബോറടിക്കും. അപ്പോൾ ആക്ച്വലി അത് നല്ലതാണോ? അല്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻസി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആക്കാൾ എന്തിലായാലും. ഇപ്പം ഞാൻ പറഞ്ഞ എക്സസൈസിലായാലും ശരി, മെഡിറ്റേഷനിലായാലും ശരി, മെല്ലെ കഴിക്കുന്നതിലായാലും ശരി, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളാണ് ശരി, കൺസിസ്റ്റൻസി വെരി ഇമ്പോർട്ടൻറ്റ്. സോ അതിൻ്റെ വാല്യൂ ഞാൻ പറയണം എന്നില്ല, പക്ഷേ അത് ഞാൻ ചേഞ്ച് ചെയ്യേണ്ടതാണ്. എന്നെപ്പോലെ ചേഞ്ച് ചെയ്യേണ്ടവരുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. നെക്സ്റ്റ്, ദ 5th തിങ്, ദ 2-minute rule. 2-minute rule നിങ്ങൾ കുറേ സ്ഥലത്ത് കേട്ടിട്ടുണ്ടാകും. പക്ഷെ അത് ആക്ച്വലി ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അത് ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം 2 മിനിറ്റ് എടുക്കുള്ളൂ, അല്ലെങ്കിൽ 2 മിനിറ്റിൻ്റെ ഉള്ളിൽ ആ കാര്യം എടുക്കുള്ളൂ എന്നുണ്ടെങ്കിൽ അത് അപ്പം ചെയ്ത് തീർക്കാം. അത് വെച്ചോണ്ടിരിക്കരുത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കേസ് തന്നെ എടുക്കാം. ഞാൻ അത്യാവശ്യം നല്ലപോലെ വെള്ളം കുടിക്കുന്ന ആളാണ്. അത് കുടിക്കണം വെച്ച് കുടിക്കുന്നതല്ല, എനിക്ക് ഓട്ടോമാറ്റിക്കലി ഞാൻ വെള്ളം കുടിക്കുന്ന ആളാണ്. അപ്പം ഈ വെള്ളം കുടിക്കുന്ന കാര്യം പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ ചിലപ്പോഴെങ്ങാനും ഞാൻ മൂവി എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഒന്നില്ലെങ്കിൽ കുപ്പിത്തെ വെള്ളം തീർന്നുണ്ടാകും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ കുപ്പി എടുത്തിട്ട് വരാൻ വിട്ടു പോയിണ്ടാകും. ആ ഒരു ടൈമിൽ ഞാൻ വിചാരിക്കും ഇതിപ്പോൾ കഴിയാനായിരിക്കും, ഇത് കഴിഞ്ഞിട്ട് അത് പോയി എടുക്കാം. ഞാനത് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യും, ഇതിപ്പോൾ കഴിഞ്ഞിട്ട് പോയി എടുക്കാം. പക്ഷെ ആക്ച്വലി എനിക്ക് നല്ല ദാഹം ഉണ്ടാകും, പക്ഷെ അത് കഴിയാൻ പോവാണല്ലോ, അത് കഴിഞ്ഞിട്ട് പോയാൽ പോരെ, അങ്ങനത്തെ ഒരു തോട്ട് വരും. സോ എനിക്ക് ആ കുപ്പി പോയി എടുക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ എടുത്ത് വെള്ളം കുടിക്കുക എന്നുള്ളതോ എനിക്ക് 2 മിനിറ്റിൻ്റെ മേലെ പോകുന്ന കാര്യമല്ല. പക്ഷേ ചില കേസുകളിൽ ചില ടൈമുകളിൽ ഞാൻ അത് ഡിലേ ആക്കുന്നുണ്ട്. സോ ഫോർ എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞ കാര്യമാണെങ്കിലും ഇത് ഒരു കാര്യമാണ്. നമുക്ക് എന്ത് കാര്യം 2 മിനിറ്റിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റുമോ ചെയ്തു തീർത്തോളൂ, അത്രയേ ഉള്ളൂ. വെയിറ്റ്, ഞാനൊന്ന് വെള്ളം കുടിച്ചിട്ട് വരാം. ദ 6th പോയിന്റ് എന്താന്ന് വെച്ചാൽ 1 2 3 1 2 3 റൂളാണ്. അതെന്താന്ന് വെച്ചാൽ ഇപ്പം കേട്ടിട്ടുണ്ടാകാം, ഞാൻ കൂടിയും പറഞ്ഞോട്ടെ. അതെന്താന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു കാര്യം, ഇപ്പം ഞാൻ റീൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഞാൻ എൻ്റെ മൈൻഡിൽ വന്നു, പക്ഷെ എന്താ ചെയ്യുന്നത്, നിർത്ത് എന്ന് എൻ്റെ മൈൻഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 1 2 3 എന്ന് കൗണ്ട് ചെയ്യണം. ആ 3 കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മളത് ഓഫാക്കിയിരിക്കണം. അതാണ് 1 2 3 റൂൾ. അത് അവിടെ മാത്രമല്ല, ഏത് കേസിൽ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് രാവിലെ എണീക്കുമ്പോൾ, ഞാൻ പറഞ്ഞില്ല ഓൾറെഡി നമുക്ക് എണീക്കാൻ ചിലപ്പോൾ മടിയൊക്കെ ഉണ്ടാവും, അത് ഇപ്പോഴത്തെ ഈ തണുപ്പിന്. രാവിലെ എണീക്കുമ്പോൾ നമുക്ക് എണീക്കണം, ഓക്കെ 10 മിനിറ്റ്സ് നേരത്തെ എണീക്കാൻ നമ്മൾ തീരുമാനിച്ചു. സോ അലാം അടിച്ചു, നമ്മളിപ്പോൾ എണീക്കണം. 1 2 3 എന്ന് പറയുമ്പോൾ എണീച്ചിരിക്കണം. 3 എന്ന് പറഞ്ഞ് പിന്നെയും പുതപ്പ് മൂടി കിടന്നുറങ്ങരുത്, എണീച്ചിരിക്കണം. സോ ഇപ്പം നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഇതിൽ ഞാൻ ഓക്കെ അല്ല, അല്ലെങ്കിൽ ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് തോന്നുകയാണെങ്കിൽ, സഡനായി നിർത്താൻ പറ്റുന്ന ഒരു കാര്യം ആണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് 1 2 3 എണ്ണുക, 3rd അത് നിർത്തിപ്പോവുക, ടാറ്റ പറഞ്ഞിട്ട് പോവുക. നെക്സ്റ്റ് 7th പോയിന്റ് എന്താന്ന് വെച്ചാൽ സ്റ്റോപ്പ് കൺസ്യൂം സ്റ്റാർട്ട് ക്രിയേറ്റ്. അതായത് ഇപ്പോൾ
സോഷ്യൽ മീഡിയയിൽ കുറേ കാര്യങ്ങൾ നമ്മൾ കൺസ്യൂം ചെയ്യുന്നതാണ്. വാല്യുബിൾ ആയിട്ടുള്ളതുണ്ട്, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കൺസ്യൂം ചെയ്യുന്നുണ്ട്, വെറുതെ ടൈം പാസിന് കൺസ്യൂം ചെയ്യുന്നുണ്ട്, വെറുതെ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. കറക്റ്റ് അല്ലേ? സോ വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ വാല്യൂ ആയിട്ടുള്ള കാര്യം മാത്രം നോക്കണം. ഇൻസ്റ്റഗ്രാം നിർത്തണം എന്നൊക്കെ പറഞ്ഞാൽ അത് പിന്നെ വലിയൊരു കാര്യമായില്ലേ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതായത് ആ ഒരു പ്രോസസ്സ് നമുക്ക് എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരികയാണെന്നുണ്ടെങ്കിൽ കണ്ടോളൂ, പക്ഷേ കുറേ ടൈം ആകരുത്. ഫോൺ എടുത്താൽ അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവറെങ്കിലും അത് കയ്യിൽ വെക്കാതെ ഇറക്കാൻ പറ്റില്ല. റീലൊക്കെ തോണ്ടിയാൽ അത് പോയിക്കൊണ്ടേയിരിക്കും അല്ലേ? സോ അതാണ് ഞാൻ പറയുന്നത്, സ്റ്റോപ്പ് കൺസ്യൂം, സ്റ്റാർട്ട് ക്രിയേറ്റ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുക. ക്രിയേറ്റ് ചെയ്യുന്ന നേരത്തുണ്ടല്ലോ ചിലപ്പോൾ നമ്മൾ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കാണാനേ എടുക്കത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് റീൽസിൽ നമുക്ക് വാല്യുബിൾ ആയിട്ട് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എത്രയോ കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്രയോ ഇൻഫ്ലുവൻസേഴ്സ് എന്താ പറയുക ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡിസൈനിങ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അത് കാണുക, ഓവറാക്കരുത്. അതേപോലെ തന്നെ യൂട്യൂബിൽ ഇപ്പം ഞാൻ കുറേ കേസിൽ കണ്ടിട്ടുണ്ട്. അതായത് വെറുതെ സ്ക്രോൾ ചെയ്ത് ടൈം പാസ്സാവാൻ റിഗ്രറ്റ് അടിച്ച് വന്ന് ഇൻസ്റ്റഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്ത് വരും. എന്നിട്ട് പോയി ഇരിക്കുന്നത് എവിടെയായിരിക്കും? യൂട്യൂബ് ഷോർട്സിൽ. സോ ബോത്ത് ആർ സെയിം. സോ പക്ഷെ നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല, പറയേ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്യാതെ ഇപ്പോൾ യൂട്യൂബിൽ ഒരു ലെങ്തി വീഡിയോ കാണുക. ലെങ്തി വീഡിയോ ഡെഫിനറ്റ്ലി നമുക്ക് ബോറടിപ്പിക്കും. പക്ഷേ ലാസ്റ്റ് നമുക്ക് എന്തോ കിട്ടിയ പോലെ ഒരു ഫീല് കിട്ടും. മീൻസ് വാല്യുബിൾ ആയിട്ടുള്ള എന്തോ കിട്ടിയ പോലെ ഒരു ഫീല് കിട്ടും. അതുകൊണ്ട് തന്നെ ലെങ്തി വീഡിയോ, ഉപകാരമുള്ള വീഡിയോ, നോളേജ് തരുന്ന വീഡിയോസ് കാണുക. ആക്ച്വലി എനിക്കും അതോടെ താല്പര്യം. എനിക്കൊരു വീഡിയോ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് നോളേജ് പ്രൊവൈഡ് ചെയ്യണം, ചുമ്മാ അവർ തോണ്ടി പോകരുത് എന്നുള്ള രീതിയിലാണ് ഞാനും വിചാരിക്കുക. പക്ഷെ എനിക്ക് അത്ര നോളേജ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഞാൻ അത്ര കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ടുള്ളവർ അത്ര കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ റാൻഡമായിട്ട് ഇങ്ങനെയൊക്കെ പോകുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞ പോലെ സ്റ്റോപ്പ് കൺസ്യൂം, സ്റ്റാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ കൺസ്യൂമിങ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അടുത്തത് എത്രാമത്തെയാണെന്നറിയോ? എത്രാമത്തെയാ? നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. എത്രാമത്തെയാ അറിയില്ല അല്ലേ? എട്ടാമത്തെ കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അതെന്താന്ന് വെച്ചാൽ ഫോക്കസ്. എന്താണ് ഫോക്കസ്? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ടൗണിലേക്ക് എങ്ങോട്ടെങ്കിലും പോകാൻ ഇറങ്ങുകയാണെന്ന് വിചാരിച്ചോളൂ. നമ്മൾ മാത്രമേ വീട്ടിലുള്ളൂ, നമ്മൾ പോവാൻ നിൽക്കുകയാണ്. അപ്പം നമ്മൾ എല്ലാം ഹറിയായിട്ട് എന്തൊക്കെയോ മനസ്സിൽ പല ചിന്തകളുമായിട്ട് നമ്മളെല്ലാം പൂട്ടിക്കെട്ടി നമ്മൾ ഇറങ്ങി. റോഡിൽ പകുതി എത്തിയിട്ടാണ് ഓർക്കുന്നത്, അയ്യോ ഞാൻ വാതിലടച്ചോ, ഞാൻ ബാക്കത്തെ വാതിലടച്ചോ, ഞാൻ മുന്നത്തെ വാതിലടച്ചോ, ഞാൻ ഗ്യാസ് ഓഫാക്കിയോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ? തോന്നിയിട്ടില്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെന്താ അറിയോ? നമ്മൾ ഒരു സമയത്ത് പലതരം കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം കൊണ്ടാണ്. അതായത് ഒരു കാര്യത്തിൽ നമ്മൾ ഫോക്കസ്ഡ് അല്ല, നമ്മൾ അപ്പം ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ്ഡ് അല്ല. അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടാവില്ല അല്ലേ? സോ നമ്മൾ ഫോക്കസോടെ ഇരിക്കണം. അതായത് ഇപ്പം എന്താണോ ചെയ്യുന്നത് ആ കാര്യത്തിനെ ഒബ്സർവ് ചെയ്യുക, ആ കാര്യത്തിൽ ഫോക്കസ് ആയിരിക്കുക. അപ്പോൾ ആ കാര്യം നമുക്ക് പിന്നെ ഡൗട്ട് അടിക്കില്ല. അല്ലെങ്കിൽ വണ്ടി കയറിയിട്ട് വാതിലടയ്ക്കാൻ മറന്നു അല്ലെങ്കിൽ ഗ്യാസ് ഓഫാക്കാൻ മറന്നു എന്നൊക്കെ ചിന്തിച്ചാൽ ഒന്നില്ലെങ്കിൽ ഇറങ്ങി തിരിഞ്ഞ് വരേണ്ടി വരും, അല്ലെങ്കിൽ ശരി ഒന്നും മറന്നുണ്ടാവില്ല പറഞ്ഞ് നമ്മളെ തന്നെ നമ്മളങ്ങ് വിശ്വസിപ്പിച്ച് പോകേണ്ടി വരും. അത്രയേ ഉള്ളൂ. തിരിച്ച് വന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. നമ്മൾ വാതിലടച്ചിട്ടുണ്ടാവും, ഗ്യാസ് ഓഫാക്കിണ്ടാവും, എല്ലാം നടന്നുണ്ടാവും. പക്ഷേ അതങ്ങനെ തോന്നിപ്പോകും നമുക്കൊരു സെക്കൻഡ്. ബിക്കോസ് നമ്മൾ എന്തൊക്കെയോ ആലോചിച്ചിട്ടാണ് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിൽ ഫോക്കസ്ഡ് അല്ല. ഇനി നയൻത്ത് ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ലേൺ വൺ തിങ്. അതായത് നമുക്ക് ദിവസം പഠിക്കാനായിട്ട് കുറേ ടൂൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഫോണുണ്ട്. ഒന്നും വേണ്ട നമുക്ക് ഫോണുണ്ട്. ഫോണിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സെർച്ച് ചെയ്യാനും പഠിക്കാനും ഒക്കെ പറ്റും. പക്ഷെ പഠിക്കണ്ടോ ചോദിച്ചാൽ സ്ക്രോൾ ചെയ്യാനല്ലേ നേരമുള്ളൂ. യൂട്യൂബിൽ വീഡിയോ കാണാനൊക്കെ എനിക്ക് നേരമുള്ളൂ. സോ അതാണ്
അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു ദിവസം എന്തെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് എനിക്കും അറിയില്ല കേട്ടോ, എൻ്റെയൊക്കെ ഭയങ്കര പോറാണ്, ഞാനും പഠിച്ചു വരുന്നുള്ളൂ. എന്തെങ്കിലും ഒരു സംഭവം മേ ബി അത് ഏറ്റവും സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ടെക്സ്റ്റിന് സൗണ്ട് വരുന്നതും മൾട്ടിപ്പിൾ ഫോൺസ് ഉള്ള ടെക്സ്റ്റ് കണ്ടെത്തുന്നതും ടെക്സ്റ്റ് മൂവ് ആവുന്ന പോലെ ഇതൊക്കെ ബേസിക്കായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. കുഞ്ഞു കാര്യം ബേസിക്കായിട്ടുള്ളതാണ്. ഇപ്പോൾ വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊക്കെ ഓരോ ദിവസം ഓരോന്ന് വെച്ച് അറിഞ്ഞാൽ മതി. സോ അപ്പോൾ നമുക്കൊരു പ്രൗഡ് ഫീൽ തോന്നും, നമുക്ക് എന്തൊക്കെയോ അറിഞ്ഞു എന്ന്. സോ ഇത് 9th അല്ലേ, ഫോക്കസ് പോയി. സോ 9th ലേൺ വൺ തിങ്, അതായത് എന്തെങ്കിലും ഒന്ന് പഠിക്കുക ദിവസം. അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കുക. ഇനി 10 പത്താമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ലേൺ ന്യൂ വേർഡ്സ്. അതായത് നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണോ പഠിക്കാൻ നോക്കുന്നത്, അല്ലെങ്കിൽ ഏത് ലാംഗ്വേജ് ആണോ നിങ്ങൾക്ക് ക്യൂരിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏത് ലാംഗ്വേജ് ആണോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് തോന്നുന്നതിൻ്റെ അതിൻ്റെ ഓരോ വേർഡ് വെച്ച് ഓരോ ദിവസവും പഠിക്കുക. എന്നിട്ട് ആ വേർഡ് വെച്ച് സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ നോക്കുകയാണ്. ഇംഗ്ലീഷിന് മാത്രമല്ല കേട്ടോ, എന്തായാലും ഏത് ലാംഗ്വേജ് ആയാലും ഒരു വേർഡ് പഠിക്കുക, അതിനെ വെച്ചിട്ട് സെൻറ്റൻസ് മേക്ക് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. ദിവസം ഒരെണ്ണേ പറഞ്ഞുള്ളൂ. എനിക്കത് ഇമ്പ്രൂവ് ചെയ്യണം, അതിനു വേണ്ടിയാണ് ഞാനും കൊണ്ടുവന്നിരിക്കുന്നത്. സോ ആ ഒരെണ്ണം ഏത് ലാംഗ്വേജ് ആയാലും പഠിക്കാൻ നോക്കുക. സോ നമുക്ക് തന്നെ കുറച്ച് വ്യത്യാസങ്ങൾ അറിയാൻ പറ്റും കുറച്ച് ദിവസം കഴിയുമ്പോൾ. The 11th point is learn 1 for body, 1 for creativity and 1 for passion or profession. അതായത് ഇത്രയും കാര്യം പറഞ്ഞു വന്നതിലുണ്ട്. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ഒരു കാര്യം നമ്മളെ ബോഡിക്ക് വേണ്ടിയും, ഒരു കാര്യം നമ്മളെ ക്രിയേറ്റീവ് മൈൻഡിന് വേണ്ടിയിട്ടും, ഒരു കാര്യം നമ്മളെ പാഷൻ ഓർ പ്രൊഫഷന് വേണ്ടിയിട്ടും നമ്മൾ ദിവസം ചെയ്തിരിക്കണം. ബോഡിക്ക് വേണ്ടി പറയുകയാണെങ്കിൽ അഫ്കോഴ്സ് എക്സസൈസ്, മെഡിറ്റേറ്റ്, ഓടുക, ചാടുക, സ്പോർട്സ്, അതൊക്കെയാണ്. ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി പറയുമ്പോൾ ഡ്രോയിങ്, ഞാനിപ്പോൾ ചെറുതായിട്ട് പഠിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഡ്രോയിങ്, എന്തെങ്കിലും റൈറ്റിംഗ്, അല്ലെങ്കിൽ പെയിൻറ്റിങ്, അല്ലെങ്കിൽ ക്രാഫ്റ്റ് വർക്ക്സ്, DIY, എന്തോ ആയിക്കോട്ടെ. അങ്ങനെ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഈസ് പാഷൻ ഓർ പ്രൊഫഷൻ. നമ്മളുടെ പാഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ പ്രൊഫഷന് വേണ്ടിയിട്ടോ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ദിവസേന പഠിച്ചിരിക്കണം. ഇതാണ് 11th പോയിന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഫൈനൽ ആൻഡ് ദ ഫൈനൽ പോയിന്റ് ഇസ് ജസ്റ്റ് ഡു സംതിങ് അലോൺ. അതായത് നമുക്ക് കുറേ കാര്യങ്ങളുണ്ടാവും നമ്മളെ മൈൻഡിൽ. ഇപ്പോൾ എന്നെ പോലെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ എങ്ങോട്ടും പോകുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചായ കുടിക്കാൻ പോകുന്നതായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. പക്ഷേ നമുക്കൊരു കാര്യം ഉണ്ടാക്കും, ഒരാളെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പോയി ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഒരാളെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു യൂട്യൂബിൽ കുറച്ച് വീഡിയോസ് ഇടായിരുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ കുറച്ച് വീഡിയോസ് ഇടായിരുന്നു. ഒരാളെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകാമായിരുന്നു, ഇങ്ങോട്ട് പോകാമായിരുന്നു, അത് ചെയ്യായിരുന്നു, ഇത് ചെയ്യായിരുന്നു. ആ ഒരാൾ ആരാ വരിക? ആൾക്കാരുണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാകും. പക്ഷെ നമ്മളുടെ ഒരു ആവശ്യത്തിന് കിട്ടുമോ ചോദിച്ചാൽ എപ്പോഴും കിട്ടില്ല എന്നല്ല, എപ്പോഴും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ആരും വെയിറ്റ് ചെയ്യണ്ട, ചെയ്യേ. അത് എന്നോടാണ് ഞാൻ പറയുന്നത്. ഞാൻ എങ്ങനെയാണ്, എനിക്ക് ഒറ്റയ്ക്ക് എങ്ങോട്ടേക്കും പോയാലോ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കഫേ പോകണതോ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ തന്നെ ഒറ്റയ്ക്ക് എനിക്ക് വയ്യ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യായിരുന്നു എന്നുള്ളൊരു കോൺസെപ്റ്റായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ 0 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നോക്കാം, കൺസിസ്റ്റൻസി ആണല്ലോ മെയിൻ. നോക്കാം. ഓക്കെ, അത് വിടും. അപ്പം നമുക്ക് എപ്പോഴും ഒരാളുണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്യും അത് ചെയ്യും എന്ന് പറയരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ 12 പോയിന്റ്സ്. 10 to 12 പോയിന്റ്സ്. ഈ 12 പോയിന്റ്സ് ആണ്, അല്ലെങ്കിൽ 12 ഹാബിറ്റ്സ് ആണ് ഇനി ഞാൻ അങ്ങോട്ട് ഫോളോ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നിങ്ങളിതിൽ എക്സ്പീരിയൻസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും സ്വൈപ്പ് ചെയ്ത് പോയിട്ടുണ്ടാകും. നിങ്ങളിത് കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പോലൊരു ബിഗിനറാണ് അല്ലേ. അപ്പോൾ
നമുക്കിത് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്നത്, ഇന്നിപ്പോൾ എല്ലാം അത് ചെയ്യണമെന്നല്ല, ഇന്നിപ്പോൾ എന്താണോ നമ്മൾ ചെയ്യുന്നത്. വൈകുന്നേരത്ത് ചോറ് കഴിക്കുമല്ലോ, അപ്പോൾ സ്ലോ ആയി കഴിക്കാം, അല്ലേ അല്ലേ? അങ്ങനെ ഇന്ന് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് മാത്രം ഇന്ന് ചെയ്യുക. നാളെ മുതൽ നമുക്ക് ഓരോന്നായി ചെയ്യണം. സോ എന്തായാലും ഞാനിത് എല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ എനിക്കൊരു കമ്പനി ആയില്ലേ. ഇവിടെ ഞാനത് വിചാരിക്കുന്നുണ്ട്. അപ്പം എന്താണ്, നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ചെയ്തു തുടങ്ങാം. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു അഡീഷണൽ പോയിന്റ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഫോളോ എവ്രി ഡേ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒറ്റ ദിവസം ചെയ്ത് വിട്ടാൽ, ഓൾറെഡി പറഞ്ഞ കൺസിസ്റ്റൻസി എന്നൊരു സംഭവമില്ലേ, അവിടെ വെച്ച് നമ്മൾ ബ്രേക്കായി പോകും. പക്ഷേ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്താൽ, കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്താൽ, ഞാൻ പറഞ്ഞ പോലെ ന്യൂ ഇയർ ഒരു സ്റ്റാർട്ടിങ് ഇയർ ആകില്ല, ഒരു നല്ല കാര്യങ്ങൾ തുടങ്ങി അത് കണ്ടിന്യൂ ചെയ്യുന്ന ഇയർ ആകും. നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുന്ന ഇയർ ആകും. ന്യൂ ഇയറിൽ തുടങ്ങാൻ വെച്ചാൽ നടക്കുമോ? സോ എന്തായാലും കുഴപ്പമില്ല, നമുക്കിത് അടിപൊളിയായിട്ട് ചെയ്തു തുടങ്ങാം. ഇന്ന് പറ്റുന്നത് ഇന്ന് ചെയ്യാം, നാളെ മാക്സിമം എല്ലാം ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്ത് ന്യൂ ഇയർ നല്ല രീതിയിൽ നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്ന നല്ലൊരു ഇയറാക്കി മാറ്റാം, അല്ലേ? റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? ഞാൻ റെഡിയാണ്. നിങ്ങൾ റെഡിയാണെങ്കിൽ ഒരുമിച്ച് ചെയ്യാം. സോ ഇതിന് എൻഡിൽ നിങ്ങൾക്ക് തോന്നാം അപ്പോൾ ഓൾറെഡി ചെയ്ത പോലെ എന്താ ഞാനിങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടാവും. ബട്ട് എനിക്ക് അതിനൊരു കാര്യം പറയാനുള്ളൂ. ഇപ്പം നമ്മൾ ഇതേപോലെ വേറൊരു വീഡിയോ കണ്ട് നമ്മൾ വേറൊരാൾക്ക് പറയുമ്പോൾ നമ്മൾ ഇതേപോലെ പറയത്തുള്ളൂ. പക്ഷെ ഫോളോ ചെയ്യോ ഇല്ലേ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. സോ ഞാൻ എന്തായാലും അത് ഫോളോ ചെയ്ത് തുടങ്ങുകയാണ്. നിങ്ങൾക്കും ഫോളോ ചെയ്ത് തുടങ്ങാം. സോ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.